നമുക്കിന്നൊരു രുചികരമായിട്ടുള്ള ചുണ്ടയ്ക്കത്തോരൻ വെച്ചാലോ? അതിനായിട്ട് നമ്മുടെ ഈ ചെറിയ ചുണ്ടയ്ക്കയില്ലേ, ചെറുത്, അതെടുത്തിട്ട് നന്നായിട്ട് ഇടികല്ലിലോ അല്ലെങ്കിൽ അരകല്ലിലോ ഒക്കെ വെച്ച് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 10-20 ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആ ഒരു കരിന്തൊലി വെക്കണം, അതെപ്പോഴും അതിന് ഗുണമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതൊരു 4ആയിട്ട് കഷ്ണിച്ചെടുത്തിട്ട് അതിനായി ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കും, കാരണം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നടുവേ 4ആയിട്ട് മുറിച്ചിട്ട് ചെറുതായിട്ട് അരിയും. പിന്നെ കൊച്ചുള്ളി ആവശ്യത്തിന്, പിന്നെ മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ. അതൊന്ന് ചീനിച്ചട്ടിയിലിട്ടൊന്ന് ചൂടായി അതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മുടെ ഈ ചുവന്നുള്ളിയും ചുണ്ടയ്ക്ക ചതച്ച് വെച്ച് കഴുകിയെടുത്ത് മാറ്റിയതും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചക്കക്കുരുവൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലേശം ഗരം മസാലപ്പൊടിയും കൂടെ നമ്മൾ ചേർക്കും കേട്ടോ. എന്നിട്ട് പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് വേവേണ്ടുന്ന അത്രയും വെള്ളം വെച്ച് കൊടുത്ത് നമ്മൾ വേവാനായിട്ട് വെക്കുന്നു. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാവശ്യത്തിനുള്ള ചതപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ചുവന്നുള്ളിയും അതുപോലെ തേങ്ങയും എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ചതച്ചെടുത്ത് മാറ്റി വെക്കും. പിന്നെ ഇത് വെന്ത് കഴിഞ്ഞ് നമ്മളതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയതിന് ശേഷം നമ്മൾ ഈ ചതപ്പൊടി ഇട്ട് കൊടുത്ത് അതും ഒന്ന് പൊത്തി വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റുക. ആവി കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടുള്ളതും എന്നാൽ വളരെ പിന്നെ ഗുണമുള്ളതും നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതുമായിട്ടുള്ള നമ്മുടെ ചുണ്ടയ്ക്കത്തോരൻ റെഡിയാവും. പിന്നെ നമ്മൾ കടുക് വറുത്ത് താളിച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ചുണ്ടയ്ക്കയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ തൊടിയിലൊക്കെ ഉണ്ടാവും. ഇതിൽ ഒന്നും തന്നെ കെമിക്കൽസ് ഒന്നുമില്ല. പിന്നെ നമ്മുടെ ഉച്ചയൂണൊക്കെ കുശാലായിരുന്നു കേട്ടോ.